ഇന്ന് നല്ലൊരു ബിസി ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ പോയത് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിലേക്കാണ്. എൻ്റെ അനിയത്തിൻ്റെ ഫോണിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടോ. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ രാവിലെ അത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ എത്തിയിട്ടോ. ഈ തിരക്ക് കാര്യങ്ങളൊക്കെ ആയാൽ അതിനനുസരിച്ച് ഫോണിൻ്റെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ ലേറ്റ് ആവും. പിന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ സെയിം ഡേ തന്നെ ഫോൺ കിട്ടാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ അതിനനുസരിച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഫോൺ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോർണിംഗ് തന്നെ അവിടെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ഫോണിൽ ചെറിയൊരു ഇഷ്യൂ വന്നായിരുന്നു. അപ്പോൾ അത് നന്നാക്കാനാണ് പോയത്. പിന്നെ അത് നന്നാക്കുമ്പോൾ ചെറിയ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് കേസ് ചെറുതായിട്ടൊന്ന് പീലാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമില്ലാത്ത ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് റീസെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി അത് അവിടെ കൊടുത്തതിന് ശേഷം നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അവിടെ എൻ്റെ പല്ലിന് ചെറിയ ടൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എൻ്റെ ക്ലിപ്പ്. അതേപോലെ തന്നെ എൻ്റെ അനിയത്തിൻ്റെ ക്ലിപ്പും ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നു. അപ്പോൾ അത് അളവെടുക്കാനും കാര്യങ്ങളൊക്കെ കേട്ടോ, വേറെ എടുക്കാൻ വേണ്ടി അളവെടുക്കാനും കാര്യങ്ങളൊക്കെ കേട്ടു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ഇതുണ്ട്. അപ്പോൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നായിരുന്നു കേട്ടോ. കാരണം നമുക്ക് അളവെടുക്കണം, പിന്നെ എൻ്റെ കാണിക്കണം, അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് കുറച്ചധികം നേരം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം നമുക്ക് ടോക്കൺ എടുത്ത് നമുക്കാണെങ്കിൽ ഇതും കിട്ടിയിട്ടുണ്ടായില്ല, ബുക്കിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ചധികം നേരം ഹോസ്പിറ്റലിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ആ ടൈമിൽ മോനാണെങ്കിൽ അവിടെ ഇറങ്ങി നടക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവനിപ്പോൾ പണ്ടത്തെ പോലെ ഇങ്ങനെ എടുത്ത് ഒക്കത്ത് വെച്ചിരിക്കുകയില്ല, അവന് ഫുൾ അവിടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിലേക്ക് തന്നെ കേട്ടോ പോയത്. അവിടെ ചെന്നിട്ട് ഫോൺ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് ഒരു 2 hours കഴിഞ്ഞിട്ട് ചെല്ലാനായിരുന്നു കേട്ടോ പറഞ്ഞത്. 2 hours കഴിഞ്ഞ് ഞങ്ങൾ ചെന്നു. അപ്പോൾ ഫോൺ അത്യാവശ്യം ഓക്കെ ആയിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കംപ്ലയിൻറ്റ് അങ്ങനെ തന്നെ ഉണ്ട്. ഇനി കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഇല്ല, വേറെ കംപ്ലയിൻറ്റ്സ് വരാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നത്. ആ ഫോൺ വാങ്ങിയപ്പോൾ മുതലേ ഞങ്ങൾക്ക് ഇതേപോലെ പണികളാട്ടോ. സാംസങ്ങിൻ്റെ എന്താണെന്നറിയില്ല, പൊതുവേ സാംസങ് നല്ലതാണെന്നാണ് പറയുന്നത്, പക്ഷേ സാംസങ് വാങ്ങിയപ്പോൾ മുതലേ കംപ്ലയിൻറ്റ്സ് ആട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ലുലു മാളിലേക്കാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ലുലു മാളിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ആദ്യം പോണത് കോഫി കുടിക്കാനായിരിക്കും കേട്ടോ. അതെന്തോ മസ്റ്റാണ്. അവിടെ ചെന്നതിനാൽ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും ഒരു കോഫിയും പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്സും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഞങ്ങൾ നേരെ അത് കഴിക്കാനാണ് പോയത്. ഈ പ്രാവശ്യം നോർമൽ കോഫിയല്ല, നമുക്ക് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഞാൻ അറിയണത് കോഫിയിൽ വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത്. കാരണം ഞാൻ നോർമൽ കോഫിയാണ് എപ്പോഴും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. അവിടുത്തെ നോർമൽ കോഫി ഞാൻ കുടിച്ചിട്ടുള്ളൂ, വേറൊരു കോഫി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം ചെന്നപ്പോൾ അവിടെ നോർമൽ കോഫി ഇല്ല. അപ്പോഴാണ് പറയണത് നമുക്ക് ഫ്ലേവേഡ് ആയിട്ടുള്ള പലതരം കോഫീസ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ അതാണ് കേട്ടോ ഇന്ന് ക്ലാസിക്കാണ് ട്രൈ ചെയ്തത്. നമുക്ക് പിസ്ത, അങ്ങനെ ബട്ടർ സ്കോച്ച്, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ആ ഷോപ്പിങ്ങിന് ഇറങ്ങി ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, വീട്ടിൽ അമ്മേനെ വിളിച്ച് എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടോ വിളിച്ച് ചോദിക്കുന്നത്. കാരണം അമ്മ പറയുന്ന നിർദ്ദേശപ്രകാരം എടുത്തില്ല എന്നാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ എനിക്ക് നല്ല ചീത്തയ്ക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് അമ്മ പറയണത് കേട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിളിക്കുന്നതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ കാര്യങ്ങൾ